ഇന്നത്തെ ഔട്ടിങ് ശരിക്കൊരു ഔട്ടിങ്ങേ അല്ല കേട്ടോ. എൻ്റെ കാലിന് പഴുത്തിരിക്കുന്നതുകൊണ്ട് പുള്ളിയിരുന്നേ. അപ്പോൾ അത് പഴുത്തിരിക്കുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് വീട്ടിൽ കയറാൻ ചെറിയൊരു മടി. അപ്പം ഇളയമ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് കയ്യൂർ കയാക്കിംഗ് പാർക്ക് വരെ പോകാമെന്ന്. അങ്ങനെ കയ്യൂർ കയാക്കിംഗ് പാർക്കിലോട്ടാണ് ഇറങ്ങിയത്. അവിടെ എത്തിയപ്പോഴേക്ക് പാർക്ക് മൊത്തം പൊളിച്ചിട്ടിരിക്കുന്നു. റിനോവേഷൻ എന്തോ ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ തൊട്ടടുത്തുള്ള പാലായി കഫേയിലേക്ക് വന്നു. ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. വളരെ നല്ല രസമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരെ കഫ മൊത്തം. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും പിന്നെ അല്ലുൻ്റെ വക ഓട്ടവും ചാട്ടവും വീഴലും ഒക്കെ ആയി. വീടിൻ്റെ തൊട്ടടുത്താണ് ഹോസ്പിറ്റൽ. അപ്പം അവിടെ പോകാനായതുകൊണ്ട് തന്നെ കൊച്ചിനത്ര നല്ല ഉടുപ്പൊന്നും ഞാൻ ഇട്ട് കൊടുത്തില്ല. പെട്ടെന്നൊരു 10 മിനിറ്റിൽ പോയിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിലിരുന്ന് ഉടുപ്പാൻ അവൻ ഇട്ടേക്കണേ. പക്ഷേ എന്നാലും അവൻ സുന്ദരനായതുകൊണ്ട് അവനെ ഫോട്ടോയിലും വീട്ടിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പുഴയൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അവൻ എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. എനിക്കും യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവനങ്ങനെ. പിന്നെ ഞാൻ ഇതിലേക്ക് നടന്ന കുറേ വീഡിയോ ഒക്കെ എടുത്തു. ആ ഗ്യാപ്പിൽ ഇളയമ്മ അല്ലുക്കുട്ടന് പാലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. അവന് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പാൽക്കപ്പ ഉണ്ടെന്ന് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ പാൽക്കപ്പ ഒരെണ്ണം മതി എന്ന് പറഞ്ഞപ്പം ഇളയമ്മ പറഞ്ഞു എനിക്ക് 2 പാൽക്കപ്പ പോരട്ടെ എന്ന്. അങ്ങനെ 2 പാൽക്കപ്പ പോന്നപ്പോഴാണ് ഇളയമ്മയ്ക്ക് അബദ്ധം മനസ്സിലായത്. പാൽക്കപ്പയ്ക്ക് എരിവുമില്ല പുളിയുമില്ല, അങ്ങനെയുള്ളൊരു ടേസ്റ്റും ഇല്ല. അങ്ങനെ അവസാനം ഒരു പാൽക്കപ്പ ഞങ്ങൾ പാഴ്സൽ ചെയ്തെടുത്തു. പാൽക്കപ്പ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അല്ലുവിനെ ഞാൻ പുഴയിൽ മീനുണ്ടെന്നൊക്കെ പറഞ്ഞ് പുഴയുടെ അടുത്തൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അവനിങ്ങനെ പുഴയിൽ മീനുണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷെ പുഴയിലെ മീനൊന്നും കാണാൻ പറ്റില്ല. അവസാനം ഞങ്ങൾക്ക് ടാറ്റ പറഞ്ഞ് അവൻ പോയി. പിന്നെ ഞങ്ങൾ കരുതി കുറച്ച് നേരം നടന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോകാമെന്ന്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. വൈകുന്നേരം കോളേജ് കുട്ടികളും ഫ്രണ്ട്സായിട്ട് വരുന്നവരും ഫാമിലിയായിട്ട് വരുന്നവരും ഫോട്ടോഷൂട്ടിന് വരുന്നവരും അങ്ങനെ ഒത്തിരി പേരുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിയിൽ ഒരു മയിൽ പീലി വിടർത്തുന്നത് കണ്ടു കേട്ടോ. അത് കണ്ടപ്പം ഇളയമ ഭയങ്കര എക്സൈറ്റഡ് ആയി. അവൾ ആദ്യമായിട്ടാണ് മയിൽ പീലി വിടർത്തി ഡാൻസ് ചെയ്യുന്നത് കാണുന്നത്. മഴയുടെ തുടക്കമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങളെ കണ്ടപ്പം അത് പീലി താഴ്ത്തിയിട്ടു. കുറച്ചുകൂടെ മുന്നോട്ടെത്തിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇന്ന് വിനായക ചതുർത്ഥിയാണെന്ന്. ഇന്നല്ല ഈ വീഡിയോ എടുക്കുന്നത്, മിനിഞ്ഞാന്ന് വിനായക ചതുർത്ഥി ആയിരുന്നു അന്ന്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ വളച്ച് ടൗണിൽ വന്ന് ഘോഷയാത്ര കാണാൻ വേണ്ടി നിൽക്കുക. അപ്പം നാസിക് ഡോളിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തൊട്ട് അല്ലു ഇതാണ് ഡാൻസാണ് കേട്ടോ. അവൻ ഡുണ്ടുംപപ്പ എന്നാണ് ഈ കൊട്ടിനെയൊക്കെ പറയുന്നത്. തെയ്യം, കൊട്ട്, ചെണ്ട ഇതിനെയൊക്കെ പറയുന്നത്. അപ്പോൾ അവനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഘോഷയാത്ര കാണാൻ വന്ന ആൾക്കാർ മൊത്തം ഇവനെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം പിള്ളേരെ നാസിക് ഡോളും കൊട്ടി വന്നു. അത് കഴിഞ്ഞപ്പം ആദ്യത്തെ ഘോഷയാത്ര വന്നു. പിന്നെ കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ കുഞ്ഞു മക്കൾ ഡാൻസൊക്കെ കളിച്ച് വന്നു. അതിലൊരു ഗണപതിയുടെ വേഷമൊക്കെ കെട്ടിയൊരു കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അവരെ ഡാൻസ് കളിച്ച് മുന്നോട്ട് പോകുമായിരുന്നു. ഇതിനൊക്കെ അനുസരിച്ച് എൻ്റെ ഒക്കത്തിരുന്ന ഒരാളും കൂടി ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറേ ഉണ്ട് കേട്ടോ. 3-4 സെക്ഷനായിട്ടാണ് ഘോഷയാത്ര. ഇത് 3ാമത്തെ സെക്ഷനാണ്. ഈ കുട്ടികളും ഡാൻസ് കളിക്കുകയാണ്. പിന്നെ നമ്മുടെ ചെണ്ട വന്നു. ചെണ്ടയുടെ ശബ്ദം കേൾക്കാൻ തന്നെ വേറെ തന്നെ ഒരു വൈബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെണ്ടയുടെ കൊട്ട് കേൾക്കാൻ. അത് കഴിഞ്ഞപ്പോഴേക്ക് ഗണപതി നിമഞ്ജനം ചെയ്യാനുള്ള ഗണപതി പപ്പ പോയി. അത് കഴിഞ്ഞ് അതിൻ്റെ പിന്നാലെ ഒരു സെക്ഷൻ വന്നു കേട്ടോ. അവരിങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് പാട്ടൊക്കെ വെച്ച് നടുറോട്ടിലിരുന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കുറച്ച് പയ്യന്മാരായിരുന്നു. അവർ നടുറോട്ടിൽ വൈബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ നേരം. പിന്നെ അതും കൂടെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി.